അതിരപ്പിള്ളയിൽ മസ്തകത്തിന് മുറിവേറ്റ് കഴിയുന്ന കാട്ടാനയെ ഇന്ന് മയക്കുവെടിവെക്കും. അല്പസമയത്തിനകം ദൗത്യം ആരംഭിക്കും. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാനാണ് മയക്കുവെടിവെച്ച് പിടികൂടുന്നത്. അതിരപ്പിള്ളയിൽ നിന്ന് ലിഷോയ്, അരുൺ ശങ്കർ, VS ഗോകുൽ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ലിഷോയിലേക്ക് പോകാം. ലിഷോയ്, വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇന്ന്. ആനയുടെ മുറിവ് ഏറെ ഗുരുതരമാണ്. അതേപോലെ ആന നിൽക്കുന്ന ടെറൈൻ, ഇതൊക്കെ ദൗത്യ സംഘത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എപ്പോഴാണ് ഈ ദൗത്യം ആരംഭിക്കുക? അവിടെ സംഘാംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? എന്താണ് വിവരം? ദൗത്യസംഘവും RRT സംഘവും അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സഖറിയും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ആനയെ ഇന്നിപ്പോൾ രാവിലെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആനയെ ഇനിയിപ്പോൾ ഇന്നലെ രാത്രി വരെ ആനയെ വനം വകുപ്പ് വാച്ചർമാരുടെ പരിധിയിലുണ്ടായിരുന്നു. അവർ അതിനെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ആനയെ ആദ്യം കണ്ടെത്തണം. കണ്ടെത്തിയ ശേഷം കൃത്യമായ ഒരു സ്ഥലത്ത് ആണെങ്കിൽ മാത്രമാണ് മയക്കുവെടി വെക്കാൻ കഴിയുക. ഡോക്ടർ അരുൺ സഖറിയും സംഘവും പുലർച്ചെ 5 മണി മുതൽ തന്നെ ഈ ദൗത്യം നടക്കുന്ന ആ മേഖലയിൽ, അതായത് കുങ്കിയാനകളൊക്കെ തന്നെ ഉള്ള ആ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ആന ഉണ്ടായിരുന്നത് ഈ ചെക്ക് പോസ്റ്റിനകത്ത്, ഓയിൽ പാം എസ്റ്റേറ്റിനകത്താണ്. പക്ഷേ ഇന്നിപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അത്യാവശ്യം വെളിച്ചം വന്നു കഴിഞ്ഞാൽ, അതായത് നിലവിൽ ഈ ഓയിൽ പാം എസ്റ്റേറ്റിനകത്തൊക്കെ നല്ല ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആനയെ കണ്ടെത്താൻ എളുപ്പമാകും എന്നുള്ളതാണ് പറയുന്നത്. കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ഒരു സമതല പ്രദേശത്തോ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് മാറിയും അതുപോലെ തന്നെ കുന്നിൻ ചെരുവിനോട് മലമുകളിലേക്ക് പോകുന്നതിൻ്റെ ആ ഭാഗത്ത് നിന്ന് മാറിയും, ഈ 2 സ്ഥലത്ത് നിന്ന് മാറിയും ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് ചെയ്യുക. 3 കുങ്കിയാനകളെ ഇതിനോടകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 3 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ആനകളുടെ സഹായത്തോടു കൂടിയായിരിക്കും മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനയെ എലിഫൻ്റ് ആംബുലൻസിലേക്ക് കയറ്റുക. ആ കയറ്റുന്ന സമയത്ത് അവിടെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഈ ആന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ക്രമീകരണങ്ങളൊക്കെ, വടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുള്ള പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അധികം വൈകാതെ തന്നെ ആനയെ കണ്ടെത്തി ദൗത്യം ആരംഭിക്കാൻ കഴിയും. 6 മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. 6 മണിക്ക് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ എന്തായാലും ആരംഭിക്കും. അതിന് ശേഷമായിരിക്കും ആനയെ കണ്ടെത്തി മയക്കുവെടി വെക്കുന്നത്. കഴിഞ്ഞ തവണ മയക്കുവെടി വെച്ചതിനാൽ തന്നെ ഇനി അതിനോടൊപ്പം തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് മയക്കുവെടി എത്രത്തോളം താങ്ങാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ ആശങ്കയുണ്ട്. ഓരോ ദിവസവും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആനയുടെ മസ്തകത്തിലെ മുറിവ് കാര്യമായ സാരമുള്ളത് തന്നെയാണ്. കാരണം അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട്. നേരത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഇതിൽ നിന്ന് പുഴു വരുന്നുണ്ട്. ഇങ്ങനെ ധാരാളം അനുമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മയക്കുവെടി ഏൽക്കാനുള്ള ശക്തി, ത്രാണി ഈ ആനയ്ക്കുണ്ടോ എന്ന കാര്യം വലിയൊരു വെല്ലുവിളിയാണ് ദൗത്യസംഘത്തിന് മുന്നിൽ ഉയർത്തുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്, വലിയ വെല്ലുവിളിയാണ് ദൗത്യസംഘത്തിന് മുൻപിലുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ആദ്യം ഒരാഴ്ച മുമ്പ്, 1.5 ആഴ്ച മുൻപ് നമുക്ക് ആനയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ, ആനയെ നേരിട്ട് കണ്ടപ്പോഴൊക്കെ അത്യാവശ്യം ആനയുടെ ആരോഗ്യസ്ഥിതി നല്ല രീതിക്കായിരുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആനയുടെ ശരീരം ശോഷിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരുൾപ്പെടെയുള്ള സംഘവും അത് തന്നെയാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. യാതൊരു വിധത്തിലും ഈ ആനയെ പൂർണ്ണമായും രക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്നുള്ളത് തന്നെയാണ് ഈ CCF ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഈ തൊഴിലാളികൾക്ക് ഇന്നിപ്പോൾ ഈ ഓയിൽ പാം എസ്റ്റേറ്റിനൊക്കെ അകത്തേക്കൊക്കെ കടക്കാനും അവിടെ ജോലി ചെയ്യാനുമുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ചെക്ക് പോസ്റ്റിൽ സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ തടയുകയാണ്. സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. കൂടാതെ ഈ പുറത്തുനിന്നുള്ള ആരെയും ഈ പ്രദേശത്ത് നിൽക്കാൻ പോലും അനുവദിക്കില്ല എന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. ഈ ദൗത്യം നടക്കുന്ന പ്രദേശത്ത് നിൽക്കാൻ പോലും അനുവദിക്കില്ല എന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. കർശന നിയന്ത്രണങ്ങളോട് കൂടിയാണ് ഈ പ്രക്രിയകളൊക്കെ തന്നെ എന്തായാലും നടത്തുന്നത്.
ലിഷോ, ഈ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എപ്പോഴാണ് ഇവരെ എത്തിക്കുക? കാരണം ഈ ആന നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുക ഏറെ സങ്കീർണമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസവും അരുൺ സക്കറി പറയുന്നുണ്ടായിരുന്നു ഈ ടെറൈൻ വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത്. പുഴയോരത്തൊക്കെയാണ് എങ്കിൽ അത് ഏറെ സങ്കീർണത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആന എവിടെ എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുക, അതിനുശേഷം മയക്കുവെടി വെക്കുക എന്നുള്ളതും ഒരു പ്രധാന വെല്ലുവിളി തന്നെയല്ലേ? തീർച്ചയായും. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ചൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ആന ഓയിൽ പാം എസ്റ്റേറ്റിനകത്ത് തന്നെയുണ്ട്. അധികം ദൂരം മുൻപ് നിന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി ആന പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഈ ആനയെ കണ്ടെത്താൻ എളുപ്പമാണ് എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ ആനയുടെ ശാരീരിക സ്ഥിതി അല്പം മോശമാണ്. അധികം ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ പലയിടങ്ങളിലേക്ക് പോകാനൊന്നും തന്നെ ഒരുപക്ഷെ ആനയ്ക്ക് കഴിയില്ല എന്നുള്ള ഒരു സംശയം കൂടി ആനയ്ക്ക് അധികം സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തന്നെ ആനയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നിലവിൽ. അരുൺ, അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ഉള്ള ചികിത്സാ ദൗത്യം, അതിനായി ആനയെ കണ്ടെത്തുക, മയക്കുവെടി വെക്കുക, ഇങ്ങനെ വലിയൊരു വെല്ലുവിളി നിറഞ്ഞ സങ്കീർണത നിറഞ്ഞ ദൗത്യമാണ് ഇന്ന് തുടങ്ങുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം ഈ ദൗത്യം തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? വരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ആന എവിടെ എന്ന് ഉള്ളത് സംബന്ധിച്ചൊരു വ്യക്തത വനംവകുപ്പിന് ഇല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചാലക്കുടി പുഴയുടെ ഇങ്ങേക്കരയിലാണ്. ഓപ്പോസിറ്റ് കരയിലാണ് ദൗത്യം നടത്താൻ എല്ലാ സജ്ജവുമായിട്ട് വനംവകുപ്പ് തയ്യാറായി നിൽക്കുന്നത്. ഇങ്ങേക്കരയിൽ ഇപ്പോൾ ആനയുടെ സാന്നിധ്യമുണ്ട്. അത് ഈ പരിക്കേറ്റ ആനയാണോ എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല. പക്ഷേ ഇങ്ങേക്കരയിൽ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ആന ഈ മേഖലയിലുണ്ട്. അതിപ്പോൾ അതിനകത്ത് ഏത് ആനയാണെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ഈ മസ്തകത്തിന് പരിക്കേറ്റ് കഴിയുന്ന ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രാത്രി 12 മണി വരെ ആന അങ്ങേക്കരയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 12 മണിക്ക് ശേഷം ആന ഇങ്ങോട്ടേക്ക് ജനവാസ മേഖലയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആനയെ ആദ്യം തന്നെ കണ്ടെത്തണം. അതിനുശേഷം മാത്രമേ ആനയെ ദൗത്യ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും വനംവകുപ്പ് എല്ലാ സജ്ജമായി നിൽക്കുകയാണ്. അരുൺ സക്കറി ഉൾപ്പെടെ മയക്കുവെടി വെക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ആനയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വെല്ലുവിളി. ആന മറ്റൊരു സ്ഥലത്തേക്കാണ്, എതിർ ദിശയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ആനയെ തിരികെ ഈ ദൗത്യം നടത്താൻ അനുയോജ്യമായി വനംവകുപ്പ് തിരഞ്ഞെടുത്തിട്ടുള്ള ആ സ്ഥലത്തേക്ക് കുങ്കിയാനകൾ ഉൾപ്പെടെ നിലയുറപ്പിച്ചിട്ടുള്ള കാലടി എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ വനംവകുപ്പ് വാച്ചർമാരും RRT സംഘവും ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അരുൺ, ഈ ആനയെ സംബന്ധിച്ച് നമുക്കറിയാം ആനയുടെ മസ്തകത്തിലെ പരിക്ക് അതീവ ഗുരുതരമാണ്. കാരണം നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ നേരത്തെ കണ്ടപ്പോഴും ആദ്യം ചെറുതായി വന്നു, പിന്നെ ഓരോ ദിവസവും വലുതായി വരുന്നതാണ് കാണുന്നത്. അതേപോലെ ഈ ആന ചെളി വാരി അതിലേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആനയുടെ ആരോഗ്യസ്ഥിതി ദിവസം കഴിയും തോറും മോശമായി വരികയാണ്. അപ്പോൾ ഈ മയക്കുവെടി ഏൽക്കാൻ ആനയ്ക്ക് പ്രാപ്തിയുണ്ടോ? അത് കഴിഞ്ഞ ദിവസവും അരുൺ സക്കറിയ പറയുമ്പോൾ വലിയൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായി തന്നെയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. കാരണം ഈ ആനയുടെ സ്ഥിതി ഏറെ പ്രധാനമാണ്. ഈ മയക്കുവെടി വെച്ച ശേഷം ആനയെ കൂട്ടിലേക്ക് കൊണ്ടുപോകുക, ഇതൊക്കെ വളരെ സങ്കീർണമായ കാര്യം തന്നെയാണ്. അപ്പോൾ ദൗത്യ സംഘത്തിന് മുന്നിൽ ഇന്ന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ ദൗത്യം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും രണ്ട് തരത്തിലുള്ള വെല്ലുവിളി ഇതിനകത്തുണ്ട്. ഒന്ന്, ആനയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വെക്കുക എന്നുള്ളത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ ആനയ്ക്ക് ആരോഗ്യപരമായിട്ട് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആന ഈ മസ്തകത്തിന് പരുക്കുമായി നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ആനയെ മയക്കുവെടി വെച്ച് മരുന്ന് നൽകിയതാണ്. പക്ഷെ അതിനുശേഷം അതിൻ്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അടുത്ത് തന്നെ ഈ ആനയെ കണ്ടിരുന്നു. ആന തീറ്റയെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3-4 മീറ്ററിന് അടുത്താണ് നമ്മൾ ആനയെ കണ്ടത്. തീരെ അവശനായിരുന്നു. ആരോഗ്യസ്ഥിതി നന്നായി ക്ഷയിച്ചിട്ടുണ്ട്. മസ്തക സ്ഥലത്ത് നല്ലൊരു കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ചില സമയത്ത് ആന ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ കുഴിയിലൂടെ മണ്ണും എയറും ഒക്കെ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത്രത്തോളം ഗുരുതരാവസ്ഥയിലാണ് ആനയുള്ളത്. അപ്പോൾ അങ്ങനെ ഗുരുതരാവസ്ഥയുള്ള ആനയ്ക്ക് മയക്കുവെടി വെക്കുക എന്ന് പറയുമ്പോൾ ആ മയക്കുവെടി എത്രത്തോളം ഡോസ് മരുന്ന് കൊടുക്കാൻ കഴിയും, എത്ര ഡോസിന് അത് മയങ്ങുമെന്നൊക്കെ ഉള്ളത് ഒരു വിദഗ്ധ ഡോക്ടറിന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ആ കണക്കൂട്ടുകൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ
ആനയുടെ ജീവന് തന്നെ അത് വെല്ലുവിളിയാകും. അപ്പോൾ അതൊരു സങ്കീർണത ഈ വിഷയത്തിൽ ഉണ്ട്. അങ്ങനെ ആനയെ മയക്കുപിടിച്ച് പിടിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ ചികിത്സിക്കാൻ കഴിയുകയുമുള്ളൂ. അപ്പോൾ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു സങ്കീർണത ഈ ഓപ്പറേഷൻ സമയത്തുണ്ട്. ഈ ആനയുടെ ആരോഗ്യം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും നമ്മുടെ മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളില്ല, ആനയെ മറ്റു രീതിയിൽ ചികിത്സിക്കാനുള്ള മാർഗ്ഗങ്ങളില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആനയെ മയക്കുവെടി വെച്ച് തന്നെ പിടിക്കുക എന്ന തീരുമാനത്തിലേക്ക് വനം വകുപ്പ് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. RRT സംഘവും അതോടൊപ്പം തന്നെ വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അനുയോജ്യമായി, അതായത് ഓപ്പറേഷൻ നടത്താൻ അനുയോജ്യമായി തിരഞ്ഞെടുത്തുള്ള സ്ഥലത്ത് ആനയില്ല എന്നുള്ളതാണ്. കാരണം ഈ മയക്കുവെടി വെക്കുമ്പോൾ ആന കുതിരി ഓടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ അടുത്ത് ജലാശയങ്ങളൊന്നും ഉണ്ടാവരുത്, അതോടൊപ്പം മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്, കുറച്ചുകൂടി നിരന്ന പ്രദേശത്തായിരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ഈ കരടി എസ്റ്റേറ്റിനുള്ളിൽ ദൗത്യസംഘം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ആനയെ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ആര്യക്കൊമ്പൻ സമയത്തും അങ്ങനെയായിരുന്നു ഓപ്പറേഷൻ നടത്തിയിരുന്നത്. കുറച്ചുകൂടി അനുയോജ്യമായൊരു സ്ഥലം അവർ കണ്ടുവെക്കും, അങ്ങോട്ടേക്ക് ആനയെ എത്തിക്കുക എന്നതാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ RRT സംഘം നടത്തുന്നുണ്ട്. അവർ ഈ എസ്റ്റേറ്റ് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്, ടോർച്ച് അടിച്ചുകൊണ്ട് ആനയുടെ സാന്നിധ്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ആന നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആ ആനയാണോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ആന മറ്റൊരു സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. എന്തായാലും ഈ ഓപ്പറേഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ള സ്ഥലത്ത് ആനയില്ല എന്നത് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആനയെ പിന്നെ എവിടെ എന്നതാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് ഉൾപ്പെടെയുള്ളവർ പരിശോധിക്കുന്നത്. കുറച്ചുകൂടി വെളിച്ചം വീണാൽ മാത്രമേ അക്കാര്യത്തിൽ തിരച്ചിലിനും കൂടെ ഒരു ഊർജിതം കൈവരികയുള്ളൂ. കാരണം ഇപ്പം ഇരുട്ടാണ്, ആന മറഞ്ഞു നിന്നാൽ പോലും അറിയില്ല. ടോർച്ചിൻ്റെ വെട്ടത്തിൽ വന്നാൽ മാത്രമേ ആനയെ തിരിച്ചറിയുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വെട്ടം വീഴുമ്പോൾ ആന എവിടെ ഉണ്ട്, ആന പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തും. നിലവിൽ ഈ ആനയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. ഈ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അധികം ദൂരത്തായിട്ട് ആന പോകില്ല. അപ്പോൾ ആന പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വാച്ചർമാർ പോയിട്ടുണ്ട്, അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പരിശോധിച്ച് ആനയുടെ സാന്നിധ്യം ഉറപ്പാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആനയെ തെളിച്ച് ഈ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണം. അത് പുഴ കടത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതും കൂടി ഉണ്ട്. അപ്പോൾ പടക്കം പൊട്ടിച്ചൊക്കെ കൊണ്ടുപോകണം. നമ്മൾ കഴിഞ്ഞ രാത്രിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ രാത്രി തന്നെ ആനയുടെ സാന്നിധ്യം ഈ സ്ഥലങ്ങളിൽ മുഴുവനുണ്ട്. ഇത് ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന റോഡാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഈ റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആനയുടെ സാന്നിധ്യമുണ്ട്. രാത്രി മിക്ക സമയത്തും വെടിപൊട്ടിക്കുന്നത് കേൾക്കാമായിരുന്നു. നമ്മൾ രാവിലെ ഒരു 5 മണിയോടുകൂടി ഉണർന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ തൊട്ടടുത്തൊരു ആന നിൽക്കുന്നുണ്ടായിരുന്നു. പനയൊക്കെ തിന്നുകൊണ്ട് ആന നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ആനയുടെ സാന്നിധ്യം ഉള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ഈ ആനയ്ക്കിടയിൽ നിന്നാണ് ഈ പരിക്കേറ്റ ആനയെ കണ്ടെത്തി ഈ ഓപ്പറേഷൻ നടക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കേണ്ടത്. എന്തായാലും അത് വളരെ വേഗം തന്നെ കഴിയും. ഈ വെളിച്ചം വന്നു കഴിഞ്ഞാൽ അത് വേഗത്തിൽ നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. തീർച്ചയായിട്ടും അരുൺ, എന്തായാലും ആനയെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇരുട്ടാണ്, ആനയുടെ സാന്നിധ്യം തിരിച്ചറിയേണ്ടതുണ്ട്. കുറച്ചുകൂടി നേരം വെളുത്ത ശേഷം അക്കാര്യത്തിൽ ആനയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് ദൗത്യസംഘം ഇപ്പോഴുള്ളത്.